കാർഷിക വാർത്തകൾ. റബ്ബറിൽ വില കയറി. വിയറ്റ്നാമിൽ കുരുമുളകിന്റെ വില ഉയർന്നത് ഇന്ത്യയിലും നേട്ടമായി. ഇടുക്കിയിൽ ഏലം ചരക്ക് വരവ് കുറഞ്ഞു. ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ റബ്ബർ ഷീറ്റിൽ കാണിച്ച താൽപര്യം വിലക്കയറ്റം ശക്തമാക്കി. കൊച്ചിയിൽ RSS 4ാം ഗ്രേഡ് ഷീറ്റ് വില 18,900 രൂപയിൽ നിന്ന് 19,200 രൂപയായി ഉയർന്നപ്പോൾ 5ാം ഗ്രേഡ് 18,800 രൂപയിൽ വിപണനം നടന്നു. അതേസമയം ഏഷ്യൻ റബ്ബർ അവധി വ്യാപാരത്തിൽ നിക്ഷേപകർ പിടിമുറുക്കി. വിലക്കയറ്റം കണ്ട് റബ്ബർ ഉൽപാദന രാജ്യങ്ങളും നിരക്ക് ഉയർത്തുന്നുണ്ട്. ബാങ്കോക്കിൽ ഷീറ്റ് വില 20,762 രൂപയായി കയറി. വിയറ്റ്നാമിലെ ഉണർവ് ഇന്ത്യൻ കുരുമുളകിനും നേട്ടമായി. ഇടുക്കി, വയനാട് മേഖലയിൽ നിന്നുള്ള ചരക്ക് വരവ് കുറഞ്ഞ അളവിലാണ്. കൊച്ചിയിൽ ഗാർബിളിന് ക്വിന്റലിന് 64,500 രൂപ. വിയറ്റ്നാമിൽ കുരുമുളക് ക്ഷാമം കയറ്റുമതിക്കാരെ പ്രതിസന്ധിയിലാക്കി. ഉറപ്പിച്ച കരാറുകൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ മുളകിനായി വാങ്ങലുകാർ വിപണിയിൽ പിടിമുറുക്കി. കയറ്റുമതിക്കാർ ഉയർന്ന വില വാഗ്ദാനം ചെയ്തിട്ടും ചരക്ക് കണ്ടെത്താനാവുന്നില്ല. വിദേശ ഓർഡറിന്റെ കാലാവധി നീട്ടിയെടുക്കാനും കയറ്റുമതിക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇടുക്കിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ മൊത്തം 11,837 കിലോഗ്രാം ചരക്ക് മാത്രമാണ് വന്നത്. ഇതിൽ 10,915 കിലോയും ആഭ്യന്തര വിദേശ ഇടപാടുകാർ തിടുക്കത്തിൽ ശേഖരിച്ചു. തോട്ടം മേഖലയിൽ നിന്നും മികച്ച ഇനം ഏലക്കയാണ് എത്തുന്നത്. ക്രിസ്മസിനായി ബേക്കറികൾ ഏലക്ക സംഭരിക്കുന്നുണ്ട്. പുതുവർഷം വരെ ഇത് തുടർന്നേക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഡിമാൻഡുണ്ട്. കയറ്റുമതിക്കാർ മികച്ച ഇനങ്ങൾ കിലോ 3,162 രൂപയ്ക്ക് വാങ്ങി. ശരാശരി ഇനങ്ങൾ 2,922 രൂപയിലും കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ മുഴുവൻ കന്നുകാലികൾക്കും പ്രയോജനപ്പെടുന്ന സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പശുക്കിടാവുകളുടെ പരിപാലനത്തിനായി 22 കോടി രൂപ സർക്കാർ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ക്ഷീരമേഖലയെ പിന്തുണയ്ക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. വെറ്റിനറി ആംബുലൻസ് സേവനം സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കും. പശുക്കിടാങ്ങളുടെ പരിപാലനത്തിനായി 22 കോടി രൂപ സർക്കാർ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാലിത്തീറ്റ ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നത് കർഷകർക്ക് പുറമെ മിൽമയ്ക്കും കേരള ഫീഡ്സ് ലിമിറ്റഡിനും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും പശുവിന് 37,500 രൂപ നിരക്കിൽ സർക്കാർ ഉടമയ്ക്ക് നൽകുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വർഷം കേരളത്തിൽ വേനൽ ചൂടിൽ 550 പശുക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് നാളികേരത്തിന്റെയും കൊപ്രയുടെയും വില വർധന തുടരുന്നു. ഇന്ത്യക്ക് പുറമെ ശ്രീലങ്കയിലും വില ഉയർന്നു. സെപ്റ്റംബർ മുതലാണ് ഇന്ത്യയിൽ നാളികേര വില ഉയരാൻ തുടങ്ങിയത്. ഇക്കാലയളവിൽ അന്താരാഷ്ട്ര തലത്തിലും വിലയിൽ കാര്യമായ മാറ്റമുണ്ടായി. ഇന്തോനേഷ്യയിലും ശ്രീലങ്കയിലും സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാളികേരക്ഷാമമാണ് വില വർധനയ്ക്കു പിന്നിൽ. ഒറ്റ വർഷം കൊണ്ട് ടണ്ണിന് $50 മുതൽ $1,600 വരെയാണ് നാളികേരത്തിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വിലയിലുണ്ടായ വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം വൃശ്ചിക മാസമായതിനാൽ ശബരിമലയിൽ ഭക്തജന തിരക്ക് നാളികേരത്തിന്റെ ആവശ്യം വർദ്ധിപ്പിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരുടെ വരവ് ഉയർന്നതിനൊപ്പം ദക്ഷിണേന്ത്യൻ വിപണികളിൽ തേങ്ങ വിലയും ഗണ്യമായി ഉയർന്നിരിക്കുകയാണ്. മണ്ഡലകാലമായതിനാൽ ഉയർന്ന വിലയ്ക്കും നാളികേരം വിറ്റുപോകുമെന്ന് മനസ്സിലാക്കി പച്ചത്തേങ്ങ വില ഉയർത്താൻ വിൽപ്പനക്കാരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളവെടുപ്പ് കഴിഞ്ഞതിനാൽ പല സംസ്ഥാനങ്ങളിലും നാളികേരത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവിന്റെ സ്റ്റാൾ ബുക്കിംഗ് പുരോഗമിക്കുന്നു. ഡിസംബർ 20 മുതൽ 29 വരെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലാണ് കോൺക്ലേവ്. കന്നുകാലി വളർത്തുമൃഗ മേഖലയുടെ സമഗ്ര വികസനവും ഉൽപാദനക്ഷമയും ലക്ഷ്യമിട്ട് കേരള വെറ്റിനറി സർവകലാശാലയാണ് കോൺക്ലേവ് നടത്തുന്നത്. കോൺക്ലേവിന്റെ ഭാഗമായി 2 ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിൽ വളർത്തുമൃഗങ്ങൾ, കന്നുകാലികൾ, ഡയറി ഫാമിംഗ്, അക്വാ ഫാമിംഗ്, പോൾട്രി, അഗ്രികൾച്ചർ എന്നിവയുടെ സ്റ്റാളുകളാണ് ഒരുക്കുന്നത്. പക്ഷികളുടെയും മൃഗങ്ങളുടേതുമായി 500-ലധികം ലൈവ് പ്രദർശനവും വിവിധ എക്സ്പോകളും നടത്തുന്നുണ്ട്. താൽപ്പര്യമുള്ള വ്യക്തികൾ, കന്നുകാലി, ക്ഷീര കർഷകർ, കാർഷികോൽപാദന സംഘടനകൾ എന്നിവർക്ക് പ്രദർശന സ്റ്റാളുകൾ ഒരുക്കാനാകും. ഡിസംബർ 1 സ്റ്റാളുകളുടെ ജനറൽ അലോട്ട്മെന്റും നടക്കും. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മൃഗസംരക്ഷണം സാധ്യമാക്കുക, കന്നുകാലി, ക്ഷീര കാർഷിക മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഗ്ലോബൽ ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഡി അമോണിയം ഫോസ്ഫേറ്റ് രാസവളങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി കേന്ദ്രം. നിലവിൽ 60% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ഡി അമോണിയം ഫോസ്ഫേറ്റ് രാസവളങ്ങളുടെ ആഭ്യന്തര വിതരണം വർദ്ധിപ്പിക്കാനും 60% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിൽ ലഭ്യത സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനും നടപടികൾ സ്വീകരിക്കുന്നതായി കേന്ദ്രം അറിയിച്ചു. ചെങ്കടൽ പ്രശ്നത്തിൽ ഡി അമോണിയം ഫോസ്ഫേറ്റ് ലഭ്യത ഗണ്യമായി കുറഞ്ഞിരുന്നു. കൂടാതെ ചില ആഗോള വിതരണക്കാർ കയറ്റുമതി വെട്ടിക്കുറച്ചത് പ്രതിസന്ധിക്ക് കാരണമായതായി സർക്കാർ ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ സീസണിലെ ഡിമാൻഡിന്റെ 65% മുതൽ 70% വരെയാണ് കണക്കാക്കുന്നതെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു. ബഫർ സ്റ്റോക്കുകളിൽ നിന്നടക്കം ഇതുവരെ 23 ലക്ഷം ടൺ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 192, RSS 5 188, ലാറ്റക്സ് 125. ജാതിക്ക 400, ജാതി പത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 930, അടയ്ക്ക 250, കാപ്പിക്കുരു 230, കൊക്കോ പരിപ്പ് 620, കുരുമുളക് ഗാർബിൾ 64,500, കുരുമുളക് അൺഗാർബിൾ 62,500, ഏലക്ക 2,800 മുതൽ 2,900 വരെ, വെളിച്ചെണ്ണ 21,100, കൊപ്ര 15,850, ചുക്ക് 32,500.